പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ. प्रभु का पवित्र नाम को महिमा मिलने पाए। കർത്താവിൽ ഞാൻ വളരെ ബഹുമാനിക്കുന്ന പ്രിയപ്പെട്ട ഡാനിയൽ സാറ്, ഈ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്ന സോളമൻ പാസ്റ്റർ, ഈ പ്രസംഗം പരിഭാഷപ്പെടുത്തുന്ന പ്രിയ ജിൻസൺ സാറ്, നിങ്ങളുടെ സ്നേഹിതനും സുഹൃത്തുമൊക്കെയായ, നിങ്ങളുടെ ആത്മീയ ശുശ്രൂഷകളിലെ സുഹൃത്തുമൊക്കെയായ പ്രിയ ശ്രീകുമാർ സാറ്, കുടുംബം, ഇവിടെ ആയിരിക്കുന്ന അധ്യാപകര്, വിദ്യാർത്ഥികൾ, കുഞ്ഞുങ്ങൾ, എല്ലാ സഹോദരങ്ങൾ, നിങ്ങൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കും. इधर जितने लोग मौजूद है, प्रिय डैनियल सर और अलग बच्चे लोग हैं और बाइबल कॉलेज के लोग हैं और जितने लोग हैं और जो सुलेमान सर है और श्री कुमार सर भी है और जो इस संदेश को अनुवाद कर रहे हैं प्रिय जिनसन सर और सभी जनों को याद करते हुए मैं अपने प्रभु को धन्यवाद करता हूँ. ലൈറ്റ് ഓഫ് ഹോപ്പ് എന്ന ഈ മിഷൻ പ്രവർത്തനത്തെ കുറിച്ച് വളരെ കേട്ടിട്ടുണ്ട്, ട്രാക്റ്റുകൾ വായിച്ചിട്ടുണ്ട്, പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയാൻ ഇടയായിട്ടുണ്ട്, പ്രിയ സാറിനെ കുറിച്ചും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ആത്മീയ ശുശ്രൂഷയിൽ ഒരുമിച്ചായിരിക്കുന്നത് ആദ്യമായിട്ടാണ്. അതിൽ ഒത്തിരി അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. आशा का ज्योति या लाइट ऑफ होप करके संस्था के बारे में मैंने बहुत सुना हूँ, लेकिन ये पहली बार है एक आत्मीय रूप से झुंड में या साथ मिलने के लिए, जुड़ने के लिए इस पहली बार प्रभु ने हमको मौका दिया है. പ്രിയ ജിൻസൺ സാറിനെയും ഡെൻസിയെയും കണ്ടതിലും ഒത്തിരി സന്തോഷം. കർത്താവ് അവരെയും ഇവിടെ ധാരാളമായിട്ട് പ്രയോജനപ്പെടുത്തുന്നല്ലോ. നിങ്ങളുടെ വിവാഹത്തിന് സംബന്ധിക്കാൻ കഴിഞ്ഞില്ല, അന്ന് ചില തിരക്കുകളായിരുന്നത് കൊണ്ട്. ഇവിടെ കർത്താവ് നിങ്ങളെ പ്രയോജനപ്പെടുത്തുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഒപ്പം പ്രിയ ശ്രീകുമാർ സാറിനെയും കുടുംബത്തെയും കർത്താവ് ഉപയോഗിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരിവിടെ ആയിരിക്കുന്ന സമയം മുതൽ ഈ സ്ഥാപനത്തെ ഓർത്ത്, പ്രസ്ഥാനത്തെ ഓർത്ത് ഞങ്ങൾക്കും പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സന്തോഷത്തോടെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. प्रिय श्री कुमार सर और उनका परिवार इधर सेवा में है और जिनसन सर और डेंसी दोनों भी इधर परिवार के साथ इधर सेवा में हैं और उन लोगों की शादी में हम नहीं आ पाए, लेकिन प्रभु आप लोगों को इधर अच्छा से इस्तेमाल कर रहा है, इसलिए मैं प्रभु का धन्यवाद करता हूँ. ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ. നമ്മളൊരു ഞായറാഴ്ച ദിവസങ്ങളിൽ സാധാരണ സഭായോഗങ്ങളിലൊക്കെ പ്രസംഗിക്കാൻ ഞാൻ പോകാറുണ്ട്. ഒരു 500 പേര് കൂടുന്ന സഭയിൽ പോയാൽ പോലും ഇത്രയും കുഞ്ഞുങ്ങളെ ഇന്നത്തെ കാലത്ത് കണ്ടുകിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അത്രയും ആളുകളൊക്കെ വളരെ കുറവാണ്, പ്രായമുള്ള ആളുകളാണ് മിക്കവാറും ആരാധനകളിലൊക്കെ സംബന്ധിക്കുന്നത്. സ്തോത്രം. പക്ഷെ ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ ഒത്തിരി സന്തോഷിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. सारांश बात ये है, इधर मौजूद हुए सभी जनों को देखकर हम बहुत खुश है, हम बहुत आनंद मनाते हैं. विशेष रूप से हम 500 लोगों का बड़ा कलिशा में गया तो भी इतना बच्चे लोगों को देखना तो बहुत मुश्किल है, लेकिन इधर इतना लोग बैठे हैं. हम प्रभु को धन्यवाद करते हैं. നിങ്ങൾ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ബൈബിൾ കോളേജിൽ പഠിക്കുന്നവരെയും കർത്താവ് ഉപയോഗിക്കട്ടെ. സ്തോത്രം. ദൈവം സഹായിക്കട്ടെ. നമുക്ക് വേഗത്തിൽ ദൈവവചന ചിന്തകളിലേക്ക് പോകാം. आप सभी को प्रभु आशीष करने पाए और बाइबल कॉलेज में पढ़ने वाले लोगों को भी प्रभु आशीष करने पाए. हम जल्दी से आज के मनन के लिए वचन में जाएंगे. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ചില വാക്യങ്ങൾ വായിച്ച് പഴയ നിയമ കഥാപാത്രമായ ജോസഫിനെ കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിച്ച് നൽകിയ സമയത്തിനുള്ളിൽ അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. उत्पत्ति किताब से कुछ वचनों को पढ़कर पुराने नियम का एक व्यक्ति है यूसुफ के बारे में कुछ बातें बोलते हुए जो समय मुझे दिया गया उस समय में समाप्त करने के लिए मैं कोशिश करता हूँ. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായത്തിന്റെ 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ആദ്യം വായിക്കുന്നത്. जेनेसिस चैप्टर 41 का 37 से लेकर 41 तक जो वचन है हम पहले पढ़ने के लिए जा रहा है. ഉൽപ്പത്തി പുസ്തകത്തില് ജോസഫിനെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു പരാമർശമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ये जो वचन में उत्पत्ति का किताब में यूसुफ के बारे में कुछ बातें इस वचनों में हम देख सकता है. ഒരു രാജാവ്, ദൈവത്തെ അറിയാത്ത ഒരു രാജാവ് തന്റെ മുമ്പിൽ നിൽക്കുന്ന ജോസഫിനെ നോക്കി ആ മനുഷ്യനെ കുറിച്ച് പറയുന്ന സാക്ഷ്യം ഇതാണ്: ഇതുപോലെ
ദൈവാത്മാവുള്ള ഒരുത്തനെ നമ്മുടെ രാജ്യത്ത് വേറെ കാണാനില്ല. एक जो राजा जो परमेश्वर को जानता नहीं है और परमेश्वर के बारे में उनको कोई जानकारी नहीं है, ऐसा वाले एक राजा ने उनके सामने खड़े हुए यूसुफ को देखकर ऐसा गवाही दे रहा है, ये व्यक्ति परमेश्वर का है और ये व्यक्ति एक अच्छा जीवन जीने वाला व्यक्ति है. ആ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തമായ ഭരണാധികാരികളിൽ ഒരാളാണ് ഫറവോൻ എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമാണ് ഈജിപ്ത് എന്ന് പറയുന്നത്. उन दिनों में पुराना समय में एक बड़ा राज्य है इजिप्ट, एक बड़ा राजा है और फिरौन करके उन्होंने बता रहा है इस यूसुफ में परमेश्वर का आत्मा है. ആ രാജ്യത്ത് നിരവധി ബുദ്ധിയുള്ള ആളുകളുണ്ട്, അറിവും വിദ്യാഭ്യാസവും ജ്ഞാനവുമുള്ള ആളുകളുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു ഫലിപ്പിക്കാൻ കഴിവുള്ള എഴുത്തുകാരും ഒക്കെ ആ കാലഘട്ടത്തിലുണ്ട്. പക്ഷെ അവരെയൊക്കെ കാണുന്നതിനേക്കാൾ വലിയൊരു വിശേഷത जोसेफ കാണാൻ ആ ചക്രവർത്തിക്ക് കഴിഞ്ഞു. उन दिनों में बहुत पढ़े लिखे लोग हैं, अमीर लोग हैं, बड़े बड़े लोग हैं, लेकिन वो जो सम्राट है वो व्यक्ति यूसुफ के बारे में कुछ बातें अलग बातें देखकर उनके बारे में बता रहा है. ജോസഫിനെ ചക്രവർത്തി നോക്കുമ്പോൾ ജോസഫിന്റെ സൗന്ദര്യത്തെക്കാളും ജോസഫിന്റെ കഴിവുകളെക്കാളും ഉയർന്നു നിൽക്കുന്ന ഒരു കാര്യമുണ്ട്, ജോസഫിന് ദൈവാത്മാവുള്ളവനായിരുന്നു. यूसुफ को और सम्राट ने उनको देखने का समय उनके जीवन में सबसे बढ़कर एक बात देखा है, उनमें परमेश्वर की आत्मा रहता है. നമ്മളൊക്കെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ കഴിവുകളെക്കാളും നമ്മൾ നേടിയെടുത്ത പലതിനേക്കാളും ഒക്കെ ഉപരി മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ വേർതിരിച്ചു നിർത്തേണ്ടത് നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് എന്നുള്ളതായിരിക്കും. हम भी इस धरती पर जगत पर बहुत लोगों के सामने खड़े होता है और जीता है, वो जो समय में हमारा गुणों से ज्यादा हमारे जीवन में होना है और लोग हमको देखकर ये बोलना है, इनमें परमेश्वर का आत्मा बसा करता है. നമുക്ക് പറയാനും പുകഴാനും പ്രശംസിക്കാനും ഒക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ നമുക്ക് സഭയിലുള്ള സ്ഥാനം, നമ്മുടെ കുടുംബത്തിലുള്ള സ്ഥാനം, നമ്മുടെ കുടുംബ പേര്, നമ്മൾ ഉണ്ടാക്കിയ ബാങ്ക് ബാലൻസ്, നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം, അങ്ങനെ നമുക്ക് പുകഴാനും പ്രശംസിക്കാനും ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെല്ലാവരും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായിരിക്കണം എന്നുള്ളത്. हम सोच के देखा तो हम खुद के बारे में महिमा या स्तुति या हमको ऊंचा स्थान में रखने के लिए बहुत होगा, हमारा बैंक का खाता का जो पैसा के बारे में होगा या घर परिवार की ऐतिहासिक बातें होगा, लेकिन इस सबसे बढ़कर हमें होना है, हम दो लोग हमसे बोलना है, इनमें वो पवित्र आत्मा या परमेश्वर का आत्मा रहता है. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദൈവിക പ്രവൃത്തികൾ, ദൈവത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം വളരെ കുറഞ്ഞു വന്നിട്ട് നമ്മൾ നേടിയതിനെ പലതിനെയും എടുത്തു കാണിക്കാനാണ് ആളുകൾക്ക് താല്പര്യം. लेकिन आज का जगत पर देखा तो ऐसा वाले का असवाल की बात देख सकता है, हम जितने बातें इस धरती पर पाया है उसको बढ़ाने वाला लोग को हम ज्यादा देख सकता है, लेकिन परमेश्वर से जो चीजें हमने पाया उसके बारे में कोई बातचीत नहीं करता है. ഇന്നത്തെ കാലത്ത് ചില ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവാത്മാവുള്ളവരായിരിക്കുക എന്ന് പറഞ്ഞാൽ പുറമെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി എന്തൊക്കെയോ പ്രകടനങ്ങൾ ചെയ്യുമ്പോഴാണ് ഒരാൾ ദൈവാത്മാവുള്ളവരാണെന്ന് ചിന്തിക്കുന്ന ആളുകളും ഈ കാലഘട്ടത്തിലുണ്ട്. आज का युग में ऐसे सोच वाला लोग भी हमारे बीच में है, जीता है. वो लोग ऐसा सोचता है परमेश्वर का आत्मा का पाना का मतलब है बाहरी रूप से, शारीरिक रूप से कुछ काम करना या कुछ बातें करके दिखाया तो इनमें आत्मा है करके वो लोग मानता है. പക്ഷേ ഇന്ന് രാത്രി ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് പറയട്ടെ, പുറമേ ഉള്ള കേവലം ചില പ്രകടനങ്ങളല്ല നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് എന്ന് തെളിയിക്കുന്നത്, മറിച്ച് നമ്മുടെ ജീവിതമാണ്. लेकिन मैं एक बात आपसे बोलना चाहता हूँ, आज का समय में यह हम देख सकता है हम पवित्र आत्मा से भरा है या परमेश्वर का आत्मा हमें है करके जानने के लिए बाहरी काम से नहीं, हम आंतरिक काम से हमको जानना पड़ेगा. അത് നമുക്ക് ജോസഫിന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കാം. वो बातें हम यूसुफ का जीवन से ही चिंता करके देखेंगे. ഒന്നാമത്തെ കാര്യം, ജോസഫിന്റെ സഹോദരങ്ങൾ ജോസഫിനെ ഏറ്റവും അധികം ദ്രോഹിച്ച ആളുകളായിരുന്നു. पहली बात ये है यूसुफ का भाई लोग यूसुफ को बहुत द्रोह किया, उनको बहुत सताया था. ജോസഫിന്റെ ജീവിതത്തിൽ ജോസഫിന് ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ സ്വന്തം വീട്ടുകാരായിരുന്നു. यूसुफ के जीवन में यूसुफ को कौन ज्यादा सताया या कष्ट में डाला करके पूछा तो खुद का घर वाला ही करके बोल सकता है. പുറത്തുള്ള ആളുകൾ, നമ്മളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ നമ്മളെ ദ്രോഹിച്ചാൽ, നിന്ദിച്ചാൽ, പരിഹസിച്ചാൽ നമുക്കതൊക്കെ ക്ഷമിക്കാൻ എളുപ്പമാണ്. हमारे अड़ोस पड़ोस या बाहर का लोग हमसे निंदा किया तो या सताया तो उनको माफी करना हमसे हो सकता है. പക്ഷെ നമ്മുടെ വീട്ടിലുള്ളവർ നമുക്കെതിരെ തിരിഞ്ഞാൽ അത് സഹിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് കുറച്ച് കഠിനമായ കാര്യമാണ്. लेकिन हमारा घर वालों ही हमारा विरोध खड़ा हुआ तो उनको सहन ना हमसे बहुत मुश्किल की बात है. ഇപ്പോൾ നിങ്ങളിൽ പലരും ഇവിടെ പഠിക്കുന്നവരും
പലരും ഇവിടെ ജീവിക്കുന്നവരും ഇവിടുത്തെ സ്റ്റാഫ് അംഗങ്ങളും ഒക്കെ ആയിരിക്കാം. പുറത്തുനിന്ന് ആരെങ്കിലും നിങ്ങളെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കത് സഹിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും കാണത്തില്ല. പക്ഷേ ഈ സ്ഥാപനത്തിനകത്തു നിന്ന് തന്നെ നിങ്ങൾക്ക് പ്രതികൂലമുണ്ടായാൽ, ആളുകൾ മോശമായിട്ട് സംസാരിച്ചാൽ ചിലപ്പോൾ അത് നമ്മുടെ ഹൃദയത്തെ തകർക്കാൻ സാധ്യതയുണ്ട്. आप लोग इस संस्था में पढ़ने वाला लोग है, रहने वाला लोग है, एक बात बताना चाहता हूँ, बाहर से कुछ लोग हमसे कुछ निराश की बात है बोला तो उसको सहना हमसे हो सकता है, लेकिन ये संस्था के अंदर से कुछ लोग हमको दर्द की बात बताया तो वो सहना बहुत मुश्किल की बात है. ജോസഫിന് ഏറ്റവും അധികം നിന്ദയും അപമാനവും സഹിക്കേണ്ടി വന്നത് സ്വന്തം വീട്ടിൽ നിന്നായിരുന്നു. यूसुफ को भी ज्यादा निंदा या दर्द सहना पड़ा, वो घर के अंदर से ही हुआ. പക്ഷെ പിന്നീട് ചില വർഷങ്ങൾക്ക് ശേഷം തന്നെ ഏറ്റവും അധികം ദ്രോഹിച്ച സഹോദരന്മാർക്ക് ജോസഫിനെ തേടി വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. लेकिन कुछ युगों के कुछ समय कुछ सालों के बाद जो भाई लोगों ने यूसुफ को सताया था, वही भाई लोग यूसुफ को ढूंढते हुए आते हम देख सकता है. ധാന്യങ്ങൾ, അവർ ജീവിച്ച നാട്ടിൽ ധാന്യങ്ങൾ ഇല്ലാതെ വന്നപ്പോൾ അവർക്ക് ജോസഫിനെ തേടി വരേണ്ടി വന്നു. उनका वो जो भाई लोग जो जगह पर रहते थे वहां उनके लिए खाना नहीं था या भोजन नहीं था, इसलिए वो लोग यूसुफ को ढूंढते हुए आना पड़ा. നമ്മളെ ദ്രോഹിക്കുകയും നിന്ദിക്കുകയും പരിഹസിക്കുകയും കുറ്റം പറയുകയും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സമൂഹം പുറത്തുണ്ട്. പക്ഷേ അവർക്കും പലപ്പോഴും നമ്മുടെ സഹായത്തിന് വേണ്ടി നമ്മുടെ അടുക്കൽ വരേണ്ടുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. हम भी सोच के देखा था, हमको निंदा करने वाला, हमारा विरोध बात करने वाला, ये हमको सताने वाला बहुत बड़ा झुंड बाहर जीता है, लेकिन उनका जीवन में कुछ चीजों का कोई परेशानी आता है, कुछ चीजों का जरूरत आता है, वो हमको ढूंढ कर आते हैं. പക്ഷേ നിങ്ങൾക്കറിയാമോ, തന്നെ ഏറ്റവും അധികം ദ്രോഹിച്ച സഹോദരന്മാർ തന്റെ മുമ്പിൽ ആവശ്യക്കാരെ പോലെ വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ जोसेफിന് അവരോട് ക്ഷമിക്കാൻ കഴിഞ്ഞു. लेकिन हम देख सकता है यूसुफ को जो ज्यादा सताया था उनका भाई लोग उनके सामने आकर कुछ जरूरतों को पूरा करने के लिए खड़ा हुआ, तब यूसुफ ने उन लोगों को माफी किया था. നമുക്ക് ഇന്ന് ഇവിടെ ജോസഫ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം, ജോസഫേ നിനക്ക് എന്തുകൊണ്ട് നിന്റെ സഹോദരന്മാരോട് ക്ഷമിക്കാൻ കഴിഞ്ഞു? आज यूसुफ हमारे बीच में तो हम उनसे एक सवाल पूछ सकते थे, यूसुफ क्यों तू तेरे भाई लोगों से माफी किया? ഒറ്റ കാര്യം, അവൻ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവനായിരുന്നു. एक ही कारण है, वो परमेश्वर का आत्मा से चलने वाला एक व्यक्ति था. ജോസഫ് ഈജിപ്തിലെ മന്ത്രി ആയതുകൊണ്ടല്ല ക്ഷമിച്ചത്, മറിച്ച് അവൻ പരിശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനായതുകൊണ്ട്, ദൈവാത്മാവുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് അവൻ ആ സ്വഭാവം പ്രകടിപ്പിക്കാതിരിക്കാൻ കഴിയില്ലായിരുന്നു. यूसुफ इजिप्ट का एक मंत्री था, इसलिए माफी नहीं दिया. वो यूसुफ का जीवन में परमेश्वर का आत्मा था, वो आत्मा के अनुसार चलता था, इसलिए वो भाई लोगों से माफी करने के लिए उनसे हुआ. ഞാൻ ദൈവസ്നേഹത്തോട് പറയട്ടെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ട് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്ന് അവർ ക്ഷമിക്കുന്നവരായിരിക്കും. मैं एक बात है परमेश्वर का प्रेम से बताना चाहता हूँ, परमेश्वर का आत्मा हमसे हमारा जीवन में है करके एक सबूत है, हम एक दूसरों का माफी करने का आदत हमें होता है. ആരോട് ക്ഷമിക്കാൻ കഴിയും? നമ്മളെ ഏറ്റവും അധികം ദ്രോഹിച്ചവരോട് പോലും ക്ഷമിക്കാൻ കഴിയുന്ന, പഠിപ്പിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ പ്രാപിച്ചത്. हम किससे माफी कर सकता है? जो ज्यादा हमको सताया था उनका और उन लोगों से माफी करना, इस पवित्र आत्मा हमारे जीवन में तो ये हमसे साथी है. ഗലാത്യലേഖനം 5:22 പഠിക്കുമ്പോൾ ആത്മാവിന്റെ ഫലങ്ങളിൽ ഒന്നാണ് ദീർഘക്ഷമ എന്ന് പറയുന്നത്. हम देख सकते हैं गलातियों का पत्री चैप्टर 5 का 22 पढ़ने का समय हम दूसरों को क्षमा करना भी एक पवित्र आत्मा का फल में आता है करके हम देख सकता है. ക്ഷമിക്കാൻ കഴിയുന്നതും ക്ഷമയോടെ കാത്തിരിക്കാൻ കഴിയുന്നതും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഫലമാണ്. क्षमा करना या क्षमा के साथ बैठे इंतजार में बैठना, ये पवित्र आत्मा का एक फल है. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിനെ അറിയുന്നവരാണെന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അറിയുന്നവരും അനുസരിക്കുന്നവരുമാണെന്നും അഭിമാനിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട്, ആ സ്വഭാവത്തിന്റെ ശ്രേഷ്ഠത നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ പ്രകടിപ്പിക്കണം. हम सब लोग मसीह को जानता है, मसीह में जीने वाला लोग है, हर के हम बोलता है, हम गमन करता है, लेकिन वो मसीह का आदत या स्वभाव गुण हम में है या नहीं, हम परख कर देखने का है. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, നമ്മളെ ദ്രോഹിച്ചവരോട് ക്ഷമിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരല്ല എന്നൊന്നുമാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. മറിച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന, നിയന്ത്രിക്കപ്പെടുന്ന ജീവിതത്തിന്റെ ആ തലത്തിലേക്ക് നമുക്ക് വളരാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് അതിന്റെ അർത്ഥം. जब हम एक दूसरे से माफी नहीं करता है, क्षमा नहीं करता है, इसका मतलब पवित्र आत्मा हमारे जीवन में नहीं है करके मैं नहीं बोलता हूँ, लेकिन मैं ये बातें बता सकता हूँ, वो पवित्र आत्मा का अगुवाई से चलने वाले जीवन में हम नहीं आए हैं. നമ്മൾ ഫലവൃക്ഷങ്ങളൊക്കെ വാങ്ങിച്ച് നഴ്സറിയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് നടാറുണ്ട്. हम बचपन में पढ़ने का समय पेड़ को या वृक्षों को लेकर आकर हम उसको रखते हैं. അതൊരു
മാവാണ് എന്നിരിക്കുക, നമ്മൾ വാങ്ങിച്ചു വെക്കുന്ന ആ തൈ. और हमने एक पेड़ को खरीद लिया है, वृक्ष को खरीद लिया है, वो आम का पेड़ है करके समझना. പണ്ടൊക്കെ വൃക്ഷങ്ങളൊക്കെ കായ്ക്കണമെങ്കിൽ വർഷങ്ങൾ കാത്തിരിക്കണം. ഇപ്പൊ 1-2 വർഷം കൊണ്ട് കായ്ക്കുന്ന വൃക്ഷങ്ങളുണ്ട്. पुराना समय में ये पेड़ में फल आना है तो बहुत साल इंतजार करने की जरूरत था, लेकिन आजकल 2 या 3 साल का अंदर उसमें फल हम देख सकता है. അതൊരു തൈ ഇങ്ങോട്ട് വളർന്നു വരാൻ തുടങ്ങുമ്പോൾ അത് ഫലം കായ്ക്കാറില്ല. बात ये है छोटा सा जब पेड़ होता है तब उनमें फल नहीं आते हैं. അതിന്റെ ഉള്ളിൽ ഫലം കായ്ക്കാനുള്ള ഒരു പ്രേരണയുണ്ട്, പക്ഷെ അത് കായ്ക്കത്തില്ല. वो पेड़ का अंदर फलदायक होना है या फल लाना है करके एक प्रेरणा तो होता है, लेकिन उसमें फल नहीं आता है. അത് അതിന്റെ ഫലം കായ്ക്കുന്ന അളവിലേക്ക് വളർന്നാലേ അതിന് ഫലം കായ്ക്കാൻ പറ്റും. जब फल लाने का या फल देने का वो जो उम्र में या वो उतना वो बढ़ के आता है तब उनमें हम फल देख सकता है. നമ്മളൊക്കെ ക്രിസ്ത്യാനികൾ എന്ന് പേര് പറയുന്നുണ്ടെങ്കിലും ആ ഫലം കായ്ക്കുന്ന നിലവാരത്തിലേക്ക് നമ്മൾ വളർന്നാലേ നമുക്ക് ആത്മാവിന്റെ ഫലങ്ങൾ. इसका मतलब है हम भी मसीह लोग करके बोलता है वो जो फल लाने का उम्र तक या फल लाने का समय तक जब हम बढ़ के या बड़ा होता है तब से हमारे जीवन में फल आते हैं. കൈയടിക്കുന്നത്, പാട്ട് പാടുന്നത്, സ്തോത്രം പറയുന്നത്, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്, കർത്താവിന് വേണ്ടി കൊടുക്കുന്നത് എല്ലാം നല്ല കാര്യങ്ങളാണ്. പക്ഷേ അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കാൻ കഴിയുക എന്ന് പറയുന്നത്. ताली मारना या आराधना में जुड़ना और अलग-अलग बातें करना ये सभी बातें ठीक है, लेकिन वो आत्मा का फल लाने का समय ही हम बोल सकता है आत्मा का फल हमारे जीवन में है. സ്നേഹത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങളെ ദ്രോഹിച്ചവർ കാണും, നിങ്ങളെ കുറ്റം പറഞ്ഞവർ കാണും, നിങ്ങളെ കളിയാക്കിയവർ കാണും, നിങ്ങളുടെ വീട്ടിലുള്ളവർ പോലും നിങ്ങളെ അംഗീകരിക്കാതിരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അവരോടൊക്കെ ക്ഷമിക്കാൻ കഴിയണേ എന്നൊരു പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ ദിവസങ്ങളിൽ ഉണ്ടാകണം. प्रभु का प्यार में से मैंने एक बात आपको याद दिलाता हूँ, हमारा घर वाला होगा, कोई भी होगा, हमको निंदा किया होगा, हमको छोड़ दिया होगा, तिरस्कार किया होगा, लेकिन ये सभी लोगों से क्षमा करना, माफी करने का जीवन हमारे जीवन में, आदत हमारे जीवन में होने का है. അപ്പോൾ ജോസഫിനെ കുറിച്ച് ദൈവാത്മാവുള്ളവനെന്ന് വെറുതെ പറയുകയല്ല, അവന്റെ പ്രവൃത്തിയിലൂടെ അവനത് കാണിച്ചു തന്നു, അവൻ ആരോടും ക്ഷമിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. मगर इधर यूसुफ के बारे में इनका जीवन में पवित्र आत्मा है, परमेश्वर का आत्मा है करके सिर्फ बोलते नहीं है, वो उनका काम के अनुसार और काम में उसको प्रकट भी किया है. നമുക്ക് 1-2 വാക്യങ്ങൾ കൂടെ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം തന്നെ 41 അധ്യായത്തിന്റെ 51 വാക്യം. ഉൽപ്പത്തി പുസ്തകം 41ന്റെ 51 വാക്യം. जेनेसिस चैप्टर 41 का 51 वचन भी हम और पढ़ेंगे. എന്റെ സകല കഷ്ടതയും എന്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മാർക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസേഫ് തന്റെ ആദ്യജാതന് മനശ്ശെ എന്ന് പേരിട്ടു. ജോസഫിന് ഒരു കുഞ്ഞുണ്ടായി. यूसुफ को एक बच्चा पैदा हुआ. ജോസഫിന് കുഞ്ഞുണ്ടായപ്പോൾ അതിന് മനശ്ശെ എന്ന് പേരിട്ടു. അതിന്റെ അർത്ഥം പറയുകയാണ്, എന്റെ പിതൃഭവനത്തെയും എന്റെ സകല കഷ്ടതകളെയും ദൈവം എന്നെ മറക്കുമാറാക്കി. वो उनको ऐसा नाम रखा, मनश्शे करके नाम रखा. उसका मतलब है परमेश्वर ने मुझे मेरा सारा क्लेश और मेरा पिता का सारा घराना बुला दिया, या परमेश्वर मेरा क्लेश को दूर किया. നമുക്ക് പലരോടും ക്ഷമിക്കാൻ പറ്റും, പക്ഷെ മറക്കാൻ പറ്റത്തില്ല. हम बहुत लोगों से माफी तो करते हैं, लेकिन वो बातों को भूलना हमसे बहुत मुश्किल है. ആളുകൾ നമ്മളെ ദ്രോഹിച്ചതൊക്കെ ചിലപ്പോഴൊക്കെ നമുക്ക് മറക്കാൻ പറ്റും, പക്ഷെ അത് ക്ഷമിക്കാൻ പറ്റും, പക്ഷെ അത് മറക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് വലിയൊരു സ്വഭാവ ശ്രേഷ്ഠതയാണ്. बहुत लोग हमको सताया, उन लोगों को माफी देना, क्षमा करना हमसे हो सकता है, लेकिन शायद हमको वो बातों को भूलना बहुत मुश्किल की बात है. ജോസഫ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുള്ളവരായതുകൊണ്ട് അവന്റെ സഹോദരങ്ങൾ അവരോട് ചെയ്തതൊക്കെ മറക്കാൻ ദൈവം അവനെ പ്രാപ്തനാക്കി. यूसुफ पवित्र आत्मा से भरे हैं, इसलिए उनके भाई लोग जो चीज जो बातें उनसे किया, उनका विरोध किया, उनको भूलना भी पर यूसुफ से हुआ. ബൈബിളിലെ ഓരോ വാക്കുകൾക്കും വലിയ വിലയുണ്ട്, അർത്ഥമുണ്ട്. पवित्र वचन का हर एक शब्दों को एक गहराई मतलब है, एक बहुत बड़ा मतलब ही है. ഞാൻ എന്റെ കഷ്ടതയൊക്കെ മറന്നെന്നല്ല ജോസഫ് പറയുന്നത്, എന്റെ കഷ്ടതയെല്ലാം ദൈവം എന്നെ മറക്കുമാറാക്കിയെന്നാണ്. मैं मेरा सारा क्लेश को भूला करके यूसुफ ने नहीं बोला, परमेश्वर ने मुझे भूलने के लिए मदद किया करके बोल रहा है. ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിക്കാനുള്ള ഒരു താല്പര്യം നമുക്കുണ്ടെങ്കിലേ വാസ്തവത്തിൽ നമുക്ക് മറക്കാൻ പറ്റത്തുള്ളൂ. ദൈവാത്മാവിനാലേ നമുക്ക് മറക്കാൻ കഴിയത്തുള്ളൂ. परमेश्वर का आत्मा की योजना के अनुसार चलने का आदत है तो ही उनका योजना के अनुसार कुछ बातों को भूलना हमसे संभव होता है. ജോസഫ് എന്ന് പറയുമ്പോൾ ആ വാക്യം ഇങ്ങനെയാണ്, എന്റെ സകല കഷ്ടതയും എന്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി. वचन में यूसुफ ने से बताया है, परमेश्वर ने मुझसे सारा क्लेश और मेरा पिता का सारा घराना भुला दिया है. അവരാ വാക്കെടുത്ത്
എന്നിട്ട് പറയുന്നു സകല കഷ്ടതയും എന്ന് വെച്ചാൽ അനുഭവിച്ച എല്ലാ കഷ്ടതയും, എന്നിട്ട് അതിനോട് കണക്ട് ചെയ്ത അടുത്ത വാക്കാണ് എന്റെ പിതൃഭവനമൊക്കെയും. यूसुफ ने ऐसा वचन वहां बताया है, मेरा सारा क्लेश, जो क्लेश को मैंने अनुभव किया, वो सारा क्लेश या मेरा पिता का सारा घराना का करके वहां लिखा है. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അവൻ അനുഭവിച്ച സകല കഷ്ടതയുടെയും കാരണം പിതൃഭവനമായിരുന്നു. इसका मतलब है यूसुफ के जीवन में जितना सताव उनके जीवन में आया था, उसका मूल्य कारण उनका पिता का घर था. ജോസഫ് ഒരു നല്ല വീട്ടിൽ ജനിച്ച് നന്നായിട്ട് ജീവിച്ചു വന്ന ഒരു മനുഷ്യനാണ്. यूसुफ ने एक अच्छा घर पे जन्म लेकर बड़ा हुआ एक व्यक्ति था. അപ്പനും അമ്മയ്ക്കും അവനോട് ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പനൊരു നല്ല വസ്ത്രം തയ്ച്ച് അവൻ ഉണ്ടാക്കി കൊടുത്തു. माता और पिता उनसे ज्यादा प्यार रखते थे. पिता ने एक अच्छा कपड़ा सिलाकर उनको दान दिया था. ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അവന് ഈ സൗഭാഗ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി. लेकिन जीवन आगे बढ़ते गया, उनके जीवन में जितना सौभाग्य उनको मिला, वो खोते हुए वो आगे बढ़ते गया. അപ്പന്റെ സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യം, അമ്മയുടെ സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യം ജോസഫിന് നഷ്ടപ്പെട്ടു പോയി. माता का प्यार या पिता का प्यार अनुभव करने का वो जो भाग्य का जीवन यूसुफ का जीवन से खो चुका था. അപ്പന്റെ സ്നേഹവും അമ്മയുടെ സ്നേഹവും അവന് നിഷേധിക്കപ്പെടാനുണ്ടായ കാരണമെന്ന് പറയുന്നത് അവന്റെ സഹോദരന്മാരായിരുന്നു. माता और पिता का प्यार अनुभव करने का वो जीवन उनसे दूर हो गया. इसका कारण था उनका भाई लोग. അവന്റെ സഹോദരന്മാർ അവനെ ദ്രോഹിച്ച ഒരു പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടു. उनके भाई लोग उनको सताते हुए एक कुआं के अंदर डाल दिए थे. അവിടെ കിടന്ന് നിലവിളിക്കുന്ന ജോസഫിനെ അവർ അവിടെ നിന്ന് എടുത്ത് കച്ചവടക്കാർക്ക് വിറ്റ് കളഞ്ഞു, അടിമയാക്കി വിറ്റ് കളഞ്ഞു. वहां से यूसुफ को लेकर कुछ लोगों के हाथों में एक दास के समान भेज दिए थे. അവിടെ നിന്ന് അവൻ ഒരു വീട്ടിൽ അടിമയായിട്ട് തീർന്നു. वहां से भी एक घर में सेवा के रूप में उन्होंने एक दास के रूप में काम करना पड़ा. അടിമയായ വീട്ടിൽ നിന്ന് പിന്നീട് അവൻ പോകുന്നത് ജയിലിലേക്കാണ്. एक गुलाम करके एक घर पे था, वहां से उन्होंने जेल तक पहुंचा. ജോസഫിനോട് ചോദിക്കണം, ജോസഫേ, നിന്റെ അപ്പന്റെയും അമ്മയുടെ സ്നേഹം നിനക്ക് എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? നിന്നെ ആരാണ് പൊട്ടക്കിണറ്റിലിട്ടത്? നിന്നെ ആരാണ് അടിമ വീട്ടിൽ കൊണ്ടുപോയി വിറ്റത്? നിന്നെ ആരാണ് ജയിലിലാക്കിയത്? यूसुफ से हम पूछ सकते हैं, यूसुफ तो क्यों, कौन तेरे जीवन में ज्यादा सताया? कौन तुझको कुआं में डाला था? कौन तुझको दास के समान, गुलाम के समान भेज दिया था? कौन तेरे जीवन में माता और पिता का प्यार से दूर किया था? ഇതിന്റെ എല്ലാം അടിസ്ഥാന കാരണം സഹോദരന്മാർക്ക് അവനോട് തോന്നിയ അസൂയയായിരുന്നു. അതായത് ഇതെല്ലാം സംഭവിക്കാനുള്ള ഏറ്റവും അടിസ്ഥാന കാരണം സ്വന്തം വീട്ടിൽ നിന്ന് ആരംഭിച്ച അസൂയയായിരുന്നു. ये सारा चीजों का नींव तो ये बात था, उनका घर से ये बातें शुरू हुआ. उनके भाई लोगों से, उनके घराने से ही इन सारी बातों की शुरुआत हुआ था. നല്ലൊരു വീട്ടിൽ നന്നായിട്ട് ജനിച്ച ഒരു പൈതൽ, एक बड़ा भवन में एक अच्छी रूप से जन्म लिया था. ये ऐसा वाला एक बेटा था. അവന്റെ നല്ല പ്രായത്തിൽ പൊട്ടക്കിണറ്റിൽ കിടക്കുകയാണ്. एक अच्छा उम्र का समय में, बचपन का समय में कुआं में है वो. സഹോദരന്മാർ വന്നവനെ പൊട്ടക്കിണറ്റിൽ നിന്ന് കയറ്റുന്നുണ്ട്. അപ്പോൾ അവൻ ഓർത്തു എന്നെ രക്ഷിക്കാനാണെന്ന് ഓർത്തു, പക്ഷെ അവനെ വിൽക്കാനായിരുന്നു. भाई लोग आकर उनको कुआं से निकालने के समय सोचा होगा ये लोग मुझको बचा रहा है, लेकिन उनको भेजने का योजना में था भाई लोग. കച്ചവടക്കാർ അവനെ കൊണ്ടുവന്ന് പൊത്തിഫേർ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. वो लोग उनको लेके जाकर गुलाम के समान लेके आकर पोतीफर के घर पे भेज दिया. പൊത്തിഫേറിന്റെ ഭവനത്തിൽ ഇനി അവൻ എത്രയൊക്കെ വിശ്വസ്തനായിരുന്നെന്നും എല്ലാ സ്ഥാനവും ഉണ്ടായിരുന്നെന്നും ബൈബിൾ പറയുന്നുണ്ടെങ്കിലും, പക്ഷെ അവിടെ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്, അവൻ ആ വീട്ടിൽ അടിമയായിരുന്നു. हम वचन में पढ़ सकता है, उसमें सारांशिक बात ये है, पोतीफर का घर पे कितना अच्छा जीवन था, ये कितना विश्वासी योग बन के जिया था, लेकिन वो घर पे उनका स्थान था एक गुलाम की स्थान. ഒരു വീട്ടിൽ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ച് അപ്പന്റെയും അമ്മയുടെയും ഓമനയായിട്ട് ജീവിച്ച മനുഷ്യൻ മറ്റൊരു വീട്ടിൽ അടിമപ്പണി ചെയ്യേണ്ടി हम വന്നു. देख सकते हैं एक भवन में माता और पिता का प्रेम की सौभाग्य की जीवन जीने वाला एक बेटा, एक व्यक्ति ने और किसी के घर पे एक गुलाम के समान जीवन जी रहा है. എന്താ അതിന്റെ കാരണമെന്ന് उसका അറിയാമോ? कारण क्या है? സഹോദരന്മാരായിരുന്നു. उसका कारण ये है उनका भाई लोग. പൊത്തിഫേറിന്റെ വീട്ടിൽ നിന്ന് ജോസഫ് ഇറങ്ങി ഓടിപ്പോകുമ്പോൾ ജോസഫിന്റെ തലയിൽ ഒരു വലിയ പാപഭാരം കൂടെ വെച്ചു കൊടുത്തു. पोतीफर के घर से और यूसुफ ने भागने का समय यूसुफ का सिर पे उनके जीवन में एक बहुत बड़ा बोझ को रखा था. ആ പാപം എന്താണെന്ന് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. वो बोझ या पाप क्या है मैं बताना नहीं चाहता हूँ, लेकिन आप लोग जानता है. വാസ്തവത്തിൽ അങ്ങനെ ഒരു പാപം ചെയ്ത ആളുകൾ പോലും ഞങ്ങൾ ഇങ്ങനെ ഒരു പാപം ചെയ്തെന്ന് 10 പേർ അറിയുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല. അപ്പോഴാണ് ആ പാപം ജീവിതത്തിൽ ചെയ്യാത്ത ഒരുത്തന്റെ തലയിൽ പാപം ചെയ്ത് ആ പാപം ചെയ്തെന്ന് പറഞ്ഞൊരു ഭാരം വെച്ചു കൊടുക്കുന്നത്. सचमुच में ऐसा वाला पाप करने वाला व्यक्ति या सच में ऐसा वाला पाप किए हुए व्यक्ति दूसरों के सामने इनके पाप के बारे में बोलना या पाप के बारे में सुनने का पसंद नहीं रखता है. ऐसा वाले समय में जो यूसुफ ने पाप नहीं किया, लेकिन उनका पहचान वो पाप किया करके बन गया था. അവൻ ജീവിതത്തിൽ
ജീവിതത്തിൽ ഒരിക്കൽ പോലും ചെയ്യാത്ത ആ മ്ലേച്ഛത നിറഞ്ഞ പാപം അവന്റെ തലയിൽ കെട്ടിവെച്ചപ്പോൾ ആ യൗവനക്കാരൻ അനുഭവിച്ച വേദന എത്ര വലുതായിരിക്കും. उनका ये जो जवान व्यक्ति के जीवन में जो पाप उन्होंने नहीं किया लेकिन किया करके आरोप रखा था, वो समय में कितना निराश में था वो जवान व्यक्ति हम देख सकता है. ചിന്തിച്ചു നോക്കൂ, ഇങ്ങനെ ഒരു പാപം നിങ്ങൾ ആരും ജീവിതത്തിൽ ചെയ്തിട്ടില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ എല്ലാം വരികയാണ്, നിങ്ങൾ ഇങ്ങനെ ഒരു പാപം ചെയ്തു, നിങ്ങൾ ഇങ്ങനത്തെ വ്യക്തിയാണ്, ഇങ്ങനത്തെ സ്വഭാവ ദൂഷ്യം നിങ്ങൾക്കുണ്ടെന്ന് നാട്ടുകാരെല്ലാം അറിഞ്ഞാൽ പിന്നെ നിങ്ങൾ എങ്ങനെ സമാധാനത്തോടെ ജീവിക്കും? आप लोग सोच के देखना, आप लोग कुछ पाप नहीं किया हुआ, ऐसा वाला पाप नहीं किया, लेकिन सोशल मीडिया में सामाजिक माध्यम के रूप में से आपका जीवन आपके बारे में ये पाप किया करके फैलाया तो आप कैसा महसूस करेगा या अनुभव ഈ करेगा? വലിയ പാപഭാരം അവന്റെ തലയിൽ വെച്ചിട്ടാണ് പൊത്തിഫേറിന്റെ ഭവനത്തിൽ നിന്ന് അവൻ ജയിലിലേക്ക് ये പോകുന്നത്. बड़ा पाप की बोझ उनके सिर पर रखते हुए पोतीफर के घर से उनको जेल में डाला गया था. അവൻ ഒരു ജയിൽ പുള്ളിയായിട്ട് അവസാനം മാറുകയാണ്. अभी जेल में बंदी रूप में एक डाला है, जेल में उनको डाला गया है. ഒരു തെറ്റും ചെയ്താതെ ജയിലിൽ കിടക്കുക എന്ന് പറയുന്നത് എത്രയോ എത്രയോ മോശമായ ഒരു കാര്യമാണ്. कोई पाप नहीं किया लेकिन वो जेल में ही उनके जीवन में है कितना निराश की कितना बुरी बात है. എത്ര വലിയ ഡിപ്രഷനിലൂടെ ആയിരിക്കും ആ യൗവനക്കാരൻ കടന്നുപോയതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. इतना बड़ा निराश की अनुभव से वो जवान व्यक्ति गुजर के गया था, हम सोच के देखने का है. അപ്പന്റെ സ്നേഹം നഷ്ടപ്പെടുന്നു, അമ്മയുടെ സ്നേഹം നഷ്ടപ്പെടുന്നു, കച്ചവടക്കാർ അവനെ വിൽക്കുന്നു, അവൻ അടിമയാകുന്നു, അവൻ ജയിലിൽ കിടക്കുന്നു, അവൻ ചെയ്യാത്ത തെറ്റ് അവന്റെ മേൽ ചുമത്തി വെക്കുന്നു. ഇതിലെല്ലാം കൂടെ കടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ തീർച്ചയായിട്ടും ഒരുപക്ഷെ ഡിപ്രഷന്റെ വക്കോളം എത്താനോ ഡിപ്രഷനിലായി പോകാനോ സാധ്യതയുണ്ട്. माता पिता का प्रेम से दूर हुआ, उनको कुआं में डाला गया, जेल में डाला गया, सारी अच्छी अनुभव उनके जीवन से दूर हो गया. अभी जेल में है, कितना निराश या डिप्रेशन का एक अवस्था में जवान व्यक्ति हुआ होगा, हम सोच सकता है. പക്ഷേ ജോസഫ് ഡിപ്രഷനിലായി പോയെന്ന് ബൈബിൾ പറയുന്നില്ല. പറയാത്തതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? അവനെ ദൈവാത്മാവ് നയിച്ചുകൊണ്ടിരുന്നു. वो कितना डिप्रेशन या निराश में है करके बाइबल नहीं बताता है, हम बाइबल में नहीं देख सकता है. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഇതുപോലെയുള്ള അനുഭവത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം. मुझको सुनने वालों में से कोई ऐसा वाला अनुभव से गुजर के जाने वाला होगा. നിന്ദകളോ പരിഹാസങ്ങളോ അപ്പന്റെയും അമ്മയുടെയും സ്നേഹം നഷ്ടപ്പെട്ട അനുഭവമോ നിങ്ങളെ ആരും അംഗീകരിക്കാത്തതോ ജീവിതത്തിൽ ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നത് പോലെയുള്ള അനുഭവത്തിലൂടെ ഒക്കെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാവും. शायद आपका जीवन में भी माता पिता का प्यार आपको खो गया होगा, लेकिन कोई अलग चीजों की वजह से आप लोग निराश में हो गए, ऐसा वाला अनुभव में होगा, ऐसा वाला अवस्था में हम तो सोच सकता है. പക്ഷെ ഞാൻ ദൈവ സ്നേഹത്തിൽ ഓർപ്പിക്കട്ടെ, ദൈവത്തോട് നിങ്ങൾ വിശ്വസ്തരായിരുന്നാൽ ദൈവം നിങ്ങളെ ഉയർത്തുന്ന ഒരു ദിവസം. लेकिन प्रभु का प्यार में मैंने एक बात याद दिलाना चाहता हूँ, अगर आप लोग परमेश्वर की सेवा में परमेश्वर का कार्य में विश्वास योग्य है तो एक या एक दिन परमेश्वर आपको ऊंचा करेगा. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നെങ്കിൽ, ദൈവം പറയുന്നത് അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായി വരുന്നെങ്കിൽ ദൈവം നിങ്ങളെ ഉയർത്തി, ദൈവം നിങ്ങളെ മാനിക്കുന്ന ആദരിക്കുന്ന ഒരു ദിവസമുണ്ട്. परमेश्वर के साथ खड़े होने का, परमेश्वर का आज्ञा को मानकर पालन करके जीने का एक आदत या जीवन हमारे जीवन में है तो एक दिन जरूर वो परमेश्वर हमको ऊंचा स्थान पे खड़ा करेगा. ജോസഫ് കൊട്ടക്കിടക്കിൽ കിടന്നു, സത്യമാണ്. ജോസഫ് ജയിലിൽ കിടന്നു, സത്യമാണ്. ചെയ്യാത്ത തെറ്റിന്റെ പാപഭാരം തലയിൽ ചുമക്കേണ്ടി വന്നു, സത്യമാണ്. പക്ഷേ അടുത്ത ദിവസങ്ങളിൽ അവൻ ആ രാജ്യത്തിലെ മന്ത്രിയായിട്ട് മാറി എന്നുള്ളത് ഒരു വാസ്തവമാണ്. हम देख सकता है यूसुफ के जीवन में कुआं में था, जेल में था और उनका जीवन में जो पाप नहीं किया उसका बोझ के साथ जिया था. हम ये बात तो देख सकता है, साथ ही साथ वो ऐगुप्त का मंदिर भी बना था, वो भी हम सोचने का जरूरत है. കാരണം ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നവരെ ഉയർത്തുന്ന ഒരു ദൈവത്തെ ഈ വിശുദ്ധ ബൈബിൾ പരിചയം. कारण ये है परमेश्वर की आज्ञा को मानकर जीने वालों को ऊंचा करते हैं करके इस पवित्र वचन में हम देख सकता है. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ കഷ്ടതയുടെയും കണ്ണുനീരിന്റെയും അനുഭവത്തിലൂടെയാണ് ഇന്ന് രാത്രി നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾ വന്നിരിക്കുന്നത് ഏറ്റവും ഉത്തമമായ സ്ഥലത്താണ്. ദൈവത്തെ അറിയുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ആദരിക്കും. मुझे सुनने वाले, इस वचन को सुनने वाला प्रिय जो लोग हो, अगर आप परमेश्वर की आज्ञा मानकर जीने वाले हैं तो जरूर आपके जीवन में परमेश्वर ऊंचा करेगा. इस वचन से हम बोल सकता है, इसका सारांशिक बातें हैं. അപ്പൊ ജോസഫ് തന്നെ ഏറ്റവും അധികം ദ്രോഹിച്ച ആളുകളോട് ക്ഷമിച്ചു. അവർ ചെയ്തതൊക്കെ ജോസഫ് മറന്നു. मतलब यूसुफ उनके ज्यादा जो लोग सताया था उन लोगों से क्षमा किया, उसको बातों को क्लेश को भूल गया. ദൈവത്തെ അനുസരിക്കുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റികളിൽ ഒന്നാണ് മറക്കാൻ കഴിയുക. परमेश्वर का आज्ञा को मानने वाले लोगों का सबसे बड़ा एक गुण का स्वभाव ये है कुछ चीजों को भूलने का. നിങ്ങളെ പലരും കുറ്റം പറഞ്ഞിട്ടുണ്ടാവാം, പരിഹസിച്ചിട്ടുണ്ടാവാം. हमारे जीवन में बहुत लोग हमको निंदा किया होगा, टट्टा किया होगा या हमारा विरोध बात किया होगा. പലയിടത്തു നിന്നും ആളുകൾ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടാവാം. बहुत जगहों से हमको लोग दूर किया होगा.
എന്തിന്റെയെങ്കിലും ഒക്കെ പേര് പറഞ്ഞ ആളുകൾ നിങ്ങളെ അംഗീകരിക്കാതെ कुछ ഇരുന്നിട്ടുണ്ടാവും. चीजों का बात उठाते हुए हमको लोग अंगीकार नहीं किया होगा। പക്ഷേ അവിടെയൊക്കെ നമ്മൾ മറന്നു പോകരുത്. ഇങ്ങനെയൊക്കെ ചെയ്ത ആളുകളെ പിന്നീട് ജീവിതത്തിൽ നമുക്ക് കാണേണ്ടി വരുമ്പോൾ അവരോട് ദേഷ്യത്തോടെയും കോപത്തോടെയും അല്ല പെരുമാറുന്നത്, അവരോട് ക്ഷമിക്കാനും മറക്കാനുമുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. हम एक बात नहीं भूलने का है, उन लोगों को हम बाद में देखने के समय उन लोगों से गुस्सा या क्रोध करने का नहीं है, उन लोगों को देखकर प्यार में माफी करने का स्वभाव हमें होना है। നമ്മളെല്ലാവരും പാപികളായിരുന്നു, ദൈവത്തെ അറിയാത്തവരായിരുന്നു. അവിടെ നിന്ന് ഇന്നേക്ക് 2000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന് സ്വന്തം രക്തം നമുക്ക് വേണ്ടി ഊറ്റിക്കൊടുത്ത് നമ്മുടെ പാപങ്ങളെ കർത്താവ് ക്ഷമിച്ചു. हम पुराना समय में पुराना जीवन में परमेश्वर को जानते नहीं हैं, हम पापी थे 2000 साल से पहले, और यीशु मसीह हमारे लिए इधर उतर के आए थे, हमको बचाए थे। ये बात हम याद रखने का है। പാപികളായ മനുഷ്യർക്ക് വേണ്ടി രക്തം ഊറ്റിക്കൊടുത്തവരെ വീണ്ടെടുക്കാൻ മനസ്സ് കാണിച്ച മറ്റൊരു ദൈവത്തെയും ലോക ചരിത്രം പരിചയപ്പെടുത്തുന്നില്ല. जो लोग पापी इंसान को बचाने के लिए खुद का खून बहाया, उनको बचाया, ऐसा वाला परमेश्वर को इस जगत पर और कोई परमेश्वर को कोई नहीं बता सकता है या नहीं दे सकता है। യേശുവേ ഞാൻ പാപം ചെയ്തു എന്നൊരു വാക്ക് പറഞ്ഞ് യേശുവിനെ അംഗീകരിക്കുമ്പോൾ തന്നെ യേശു കർത്താവിന് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മളോട് മറ്റുള്ളവർ ചെയ്ത പാപങ്ങളെയും നമ്മൾ എത്രയധികമായിട്ട് ക്ഷമിക്കണം. यीशु मसीह मैंने पाप किया करके बोलने के समय हमसे माफी करने का, और यीशु मसीह से हो सकता तो हमसे जो लोग पाप किया या हमारा हमको जिन लोग सताया निंदा किया उनसे माफी करना भी हमारा आदत होना ही है। യേശുവിൽ നിന്ന് നമ്മൾ പാപക്ഷമ പ്രാപിച്ചത്, അല്ലെങ്കിൽ യേശു നമ്മളോട് ക്ഷമിച്ചത് നമ്മൾ ക്ഷമിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കാൻ മാത്രമല്ല, ഇതുപോലൊരു മാതൃക നമ്മളും കൂടെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കാം. यीशु मसीह हमको पाप से क्षमा किया, हमारा पाप से क्षमा दिया। इसका मतलब ये नहीं है हम बिना पाप जीना है करके, लेकिन उसका मतलब ऐसा भी है हम दूसरों को जीवन में कुछ बातों को माफी करते हुए एक स्वभाव गुण से जीना है। നമ്മളെ ദ്രോഹിച്ചവരെയും നമ്മളെ പരിഹസിച്ചവരെയും ഒക്കെ അവരോടൊക്കെ ക്ഷമിക്കാനും മറക്കാനും ദൈവം നമുക്കിടയാക്കട്ടെ. जो हमको निंदा किया, हमको परिहास किया, ठट्ठा उठाया, सताया, उनको माफी करने का जीवन हम जीने का है। 41:52 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചെന്ന് പറഞ്ഞാൽ അവൻ രണ്ടാമത്തെ മകന് എഫ്രൈം എന്ന് പേരിട്ടു. दूसरा 52 वचन में ऐसे दे सकता है, मुझे दुख भोगने का देश में परमेश्वर ने फलवंत किया करके बोल के उनका नाम को, उनका बेटे को, दूसरा बेटे को एफ्रेम करके नाम रखा। സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു. दुख भोगने का देश में या दुख का देश में परमेश्वर ने मुझे फलवंत किया। മൂന്നാമത്തെ കാര്യം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരെ ദൈവം വർദ്ധിപ്പിക്കും. हम तीसरी बात पे दे सकता है, पवित्र आत्मा का अधीन जीने वाला व्यक्ति लोगों को परमेश्वर फलवंत बनाएगा। പക്ഷേ ഈ രണ്ട് വാക്കുകളും തമ്മിൽ കണക്ട് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. हम दोनों वचन या दोनों शब्द को जोड़ के देखना थोड़ा मुश्किल है। കാരണം സങ്കടദേശം വർദ്ധനവ്, ഇത് രണ്ടും കൂടെ എങ്ങനെ കണക്ട് ചെയ്യും? ഒന്ന് നെഗറ്റീവ് വേർഡാണ്, മറ്റൊന്ന് പോസിറ്റീവ് വേർഡാണ്. दुख का देश या फलवंत एक नकारात्मक बात है, एक सकारात्मक बात है, वचन है। इसको तुलना, इसको जोड़ के देखना थोड़ा मुश्किल है। ദൈവം എവിടെയാണ് ജോസഫിനെ വർദ്ധിപ്പിച്ചത്? സങ്കടദേശത്ത്. यूसुफ को परमेश्वर कहाँ फलवंत बनाया? दुख के देश में। അത് ഈജിപ്തിനെ സൂചിപ്പിക്കുന്നുവെന്ന് ചില വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. कुछ पंडित लोग ऐसा बताता है इस दुख का देश मतलब ऐगुप्त देश है करके। എന്തൊക്കെ നേടിയാലും, ഈജിപ്തിൽ എന്തൊക്കെ സ്ഥാനം കിട്ടിയാലും, ഈജിപ്തിലെ മന്ത്രിയായാലും ജോസഫിനെ സംബന്ധിച്ച് ഇതൊരു സങ്കടദേശമാണ്. अगर यूसुफ पे ओ ये ऐगुप्त से कुछ भी पाया होगा, लेकिन वहां से वहां का मंत्री बना होगा, लेकिन वो देश के बारे में बोला तो वो दुख की देश है। കാരണം മറ്റൊരു നാട്ടിൽ, വാഗ്ദത്ത നാട്ടിൽ അപ്പന്റെയും അമ്മയുടെയും സ്നേഹം അനുഭവിച്ച് വാഗ്ദത്ത നാട്ടിൽ ദൈവം കൊടുത്ത വാഗ്ദത്ത നാട്ടിൽ ജീവിക്കേണ്ടവൻ മറ്റൊരു അന്യനാട്ടിൽ വന്ന് അടിമപ്പണി ചെയ്യുമ്പോൾ ഇത് അവനെ സംബന്ധിച്ച് അവിടെ എന്തൊക്കെ സ്ഥാനം കിട്ടിയാലും ഇതൊരു അടിമ വീടാണ്, സങ്കടദേശമാണ്. इसका सारांश बात ये है, वाचा का देश में जीने का एक इंसान एक गुलाम बनकर अन्य देश में आकर, विदेश में आकर जीना कितना मुश्किल की बात होगा। പക്ഷേ ആ സ്തോത്രം, ആ സങ്കടദേശത്ത് ദൈവം കൂടെ ഇരുന്ന് അവനെ വർദ്ധിപ്പിച്ചു. और दुख भोगने का देश में परमेश्वर का साथ दिया, उनको फलवंत किया। മിസ്രൈം, ഈജിപ്റ്റ് വാഗ്ദത്ത നാട് അല്ലാതിരിക്കുമ്പോൾ ജോസഫിന് ഇത് സങ്കടദേശമാണ്. मिस्र या ऐगुप्त देश यूसुफ के लिए वाचा का देश नहीं है, उनके लिए एक दुख की देश है वो। നമ്മളെല്ലാവരും ഒരു വാഗ്ദത്ത നാടിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. हम सब लोग एक वाचा का देश के इंतजार में हैं। ദൈവത്തിന്റെ വചനം നമുക്ക് വാഗ്ദത്തം ചെയ്ത ഒരു വാഗ്ദത്ത നാടുണ്ട്. परमेश्वर के वचन हमको वाचा दिया, वो वाचा का एक देश है। ക്രൈസ്തവ സഭ കർത്താവ്
കർത്താവിന്റെ വരവിന് വേണ്ടിയും ദൈവസഭയ്ക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്ന വാഗ്ദത്ത നാടിനായും കാത്തിരിക്കുകയാണ്. देख सकता है इस मसीह कलीसिया वो वाचा का देश में इंतजार में है. ആ വാഗ്ദത്ത നാട്ടിൽ നമ്മൾ പ്രവേശിക്കുന്ന കാലത്തോളം നമ്മൾ ഇവിടെ എന്തൊക്കെ നേടിയാലും ഇവിടെ എന്തൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്താലും അതെല്ലാം സംഘദേശത്തിലെ സമ്പാദ്യമാണ് എന്ന് നമ്മൾ वो वाचा का देश की जाने का हम लोग इस जगत पर कितना भी पाया तो भी कितना चीजों को जीता तो भी हम सब लोग वो देश में जाने का ही है. ഇവിടുത്തെ പേരിലും പ്രശസ്തിയിലും ഇവിടെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതിലുമൊക്കെ അഭിമാനത്തോടും അഹങ്കാരത്തോടും കൂടെ നമ്മൾ പറയുമ്പോൾ ദൈവമക്കളെ നമ്മൾ മറന്നു പോകരുത്. സങ്കടദേശത്തിലെ സമ്പാദ്യത്തെ കുറിച്ചാണ് നമ്മൾ അഹങ്കരിക്കുന്നത്. हम ये बातें बोलना नहीं है मेरा प्रिय. वो दुख का देश की बड़ा नाम या कितना चीज हम पाया है उसके बारे में गमन करने का समय ये बोलना नहीं. हम ये जितना चीजों के बारे में गमन करता है वो दुख का देश का है. ഒരു യഥാർത്ഥ ദൈവവേദനത്തിന്റെ അഭിമാനം എന്ന് പറയുന്നത് ഇവിടെ എന്ത് നേടി എന്നുള്ളതല്ല, അക്കരെ നാടിന് വേണ്ടി ഇവിടെ വെച്ച് എന്ത് സമ്പാദിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും एक പ്രധാനപ്പെട്ട सच्चा കാര്യം. परमेश्वर का बेटा का सोच ऐसा होता है इस जगत पर मैंने क्या क्या पाया और नहीं है वो वाचा का देश के लिए मैंने इधर क्या किया वो बातों पर वो आधारित है. സങ്കടദേശത്ത് ദൈവം അവനെ വർദ്ധിപ്പിച്ചു. देश दुख का देश में परमेश्वर ने उनको फलवंत किया. സങ്കടങ്ങളുടെ നടുവിൽ കഷ്ടതയുടെ നടുവിൽ അത് കാണുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. संकट का बीच में कष्ट का बीच में वो कष्ट दर्श को देखने वाला परमेश्वर के बारे में पढ़े हैं. പൊത്തിഫേറിന്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ ആ പാപഭാരം തലയിൽ വെച്ച് പോകുമ്പോൾ അവൻ എന്തും മാത്രം കരഞ്ഞു കാണും. पोतीफर के घर से भागने का समय वो पाप नहीं किया लेकिन उसका बोझ के साथ भागने का समय कितना दुख हुआ होगा. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ജയിലിൽ കിടക്കുമ്പോൾ അവൻ എന്തും മാത്രം കരഞ്ഞു കാണും. जो पाप या गलत नहीं किया लेकिन वो गलत की वजह से जेल में है वो कितना रोया होगा. അവന്റെ സഹ തടവുകാര് ഒരുപക്ഷെ അവന്റെ കണ്ണുനീര് കണ്ടു കാണത്തില്ല. ഫറവോൻ അവന്റെ കണ്ണുനീര് കണ്ടു കാണത്തില്ല. അകമ്പടി നായകർ ആരും അവന്റെ കണ്ണുനീര് കണ്ടു കാണത്തില്ല. പക്ഷെ അവന്റെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവം वो സ്വർഗത്തിലുണ്ടായി. जेल में उनका साथीदार उनका आंसू को नहीं देखा होगा, फिरौन उनका आंसू को नहीं देखा होगा, लेकिन उनका आंसू को देखने वाले परमेश्वर उनका साथ था. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കണ്ണുനീര് ഇന്ന് ആരും കാണുന്നില്ലെങ്കിലും കാണുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. मुझे सुनने वाला बच्चे लोग, जवान लोग और फिर इतनो आपका आंसू आज कोई नहीं देखा होगा, लेकिन आपका आंसू को देखने वाले परमेश्वर जरूर है. ആരും കാണാതെ നിങ്ങൾ കരയുന്ന ഓരോ കണ്ണുനീർ തുള്ളികളും തന്റെ തുരുത്തിയിൽ സൂക്ഷിച്ചു വെച്ച് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. कोई नहीं देखा होगा, आपका आंसू को संभाल कर रखते हुए आपके लिए सोचने वाले परमेश्वर, आपका ऊंचा करने वाले परमेश्वर है. നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ഭാവിയെ കുറിച്ച് എന്തൊക്കെ ചിന്തിക്കുന്നോ അതിനൊക്കെ അപ്പുറമായിട്ട് നിങ്ങളെ ഉയർത്താനും മാനിക്കാനും കഴിവുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ ഇന്ന് രാത്രിയിലും ആരാധിക്കുന്നത്. आज आपका भविष्य के बारे में आप क्या सोच के रखा है उसका बढ़कर एक अच्छा भविष्य देने वाले परमेश्वर को आज रात के समय में मैं और आप आराधना कर रहे ഒറ്റ हैं. കാര്യം ചെയ്താൽ മതി, ദൈവസന്നിധിയിൽ കരയാൻ एक ही തയ്യാറാവുക. काम बात है, एक ही काम ही हम करने का है, वो परमेश्वर की हुजूरी में रोने का आदत बनाना है. ഒറ്റ കാര്യം ചെയ്താൽ മതി, ദൈവസന്നിധിയിൽ സമയം കിട്ടുമ്പോൾ ആരുടെയും മുമ്പിൽ കരയണ്ട, ദൈവത്തിന്റെ മുമ്പിൽ കരയാൻ തയ്യാറാവുക. एक ही काम हम करने का है, जब समय मिलेगा या समय निकाल कर वो परमेश्वर की हुजूरी पर रोने का, वो परमेश्वर के चरणों पर रोने का आदत बनाना ദൈവം है. നിങ്ങളുടെ കണ്ണുനീര് കാണും, നിങ്ങളുടെ ഭാവിയെ ദൈവം തിരുത്തി കുറിക്കും. परमेश्वर आपके आंसू को देखेगा, जरूर आपका भविष्य को वो बदल के देगा. ജയിലിൽ കിടന്ന ജോസഫ് മിസ്രയീം രാജ്യത്തിന്റെ മന്ത്രിയായെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ ഉയർത്തി ആദരിച്ച് ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോയി നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള ഭാവി തന്ന് ദൈവം നിങ്ങളെ മാനിക്കും. सारांशी बात ये है, जेल के अंदर बंदी था वो यूसुफ को परमेश्वर ने वो देश का मंत्री बनाया, तो आपका रोने का अवस्था से भी परमेश्वर आपको जरूर ऊंचा करेगा. സങ്കടദേശത്ത് ദൈവം ജോസഫിനെ ഉയർത്തി വർദ്ധിപ്പിച്ചു. दुख का देश में यूसुफ, परमेश्वर ने यूसुफ को फलवंत किया या फलवंत किया. രണ്ട് ഉദാഹരണങ്ങൾ ബൈബിളിൽ നിന്ന് പറയാം. दो उदाहरण बाइबल से बांटना चाहता हूँ. ഒന്നാമത്തെ കാര്യം, ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ അടിമകളായിരുന്നു. पहली बात ये है, इस्राएल का जन था मिस्र में गुलाम थे. ചെയ്യുന്ന ജോലിക്കൊത്തുള്ള ശമ്പളം അവർക്ക് കിട്ടിയില്ല. वो जो लोग काम करते थे उसका मूल्य के अनुसार उनको पैसा नहीं मिलते थे. 24 മണിക്കൂറും കഷ്ടപ്പാടായിരുന്നു. और 24 घंटा उनके जीवन में कष्ट थे. അങ്ങേയറ്റം കഷ്ടപ്പെട്ട ഒരു ജീവിതം നയിച്ച ആ ജനത, പക്ഷേ മറുവശത്ത് ദൈവം അവരുടെ എണ്ണത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. हम देख सकता है उतना कष्ट में जीने वाला वो जनता को देख सकता है, लेकिन उनको परमेश्वर ने बढ़ाते हुए गया करके वचन में पढ़ सकता है. ജോലി ചെയ്യാനല്ലാതെ വേറൊന്നിനും നേരമില്ലാത്ത ഒരു കൂട്ടം ജനം, പക്ഷേ ദൈവത്തിന്റെ ജനമായതുകൊണ്ട് കർത്താവ് അവരുടെ എണ്ണത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. दूसरों के देश में गुलाम बनकर काम करने का एक जनता को
को परमेश्वर ने और बढ़ाते गया करके हम देख सकता है। ഈജിപ്റ്റ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഒരു സങ്കട ദേശമാണ്. ജോലി ജോലി ജോലി, കൂലിയില്ലാത്ത ജോലി. मिस्र के बारे में देखा तो उन लोगों के लिए एक दुख का देश है, काम तो करता है लेकिन उसके अनुसार उनके जीवन में कुछ फल तो नहीं मिलते അവരെ थे। കൊന്നുകളയാൻ ഫറവോൻ ചില പദ്ധതികൾ പോലും തയ്യാറാക്കിയവരുടെ എണ്ണം വർദ്ധിക്കുന്നത് കണ്ടിട്ട് उनका जनता वो लोग बढ़ते जा रहा था, इसलिए फिरौन ने उनका मारने का योजना भी बनाया था। പക്ഷേ ഫറവോന്റെ ഒരു തന്ത്രവും വിജയിച്ചില്ല. ആ ജനം അങ്ങോട്ട് പോകുമ്പോൾ വിരലിൽ എണ്ണാവുന്നവർ മാത്രം ഉണ്ടായിരുന്ന ആ ജനം എന്ന് പറയുന്നത് ചില നാളുകൾ വർഷങ്ങൾ കഴിഞ്ഞപ്പോ ലക്ഷക്കണക്കിന് ആളുകളായിട്ട് മിസ്രൈമിൽ നിന്ന് അവർ പുറപ്പെട്ടു വന്നു. लेकिन सारांश की बात ये है, फिरौन का कोई योजना फलवंत नहीं हुआ या उसका वो विफल हो गया। जो वो देश में आने के समय गिनती करने का उतना कम जनता थे, लेकिन वापस जाने के समय लाखों लाखों जनता बन गए थे। സങ്കടദേശത്ത് അവരെ തകർക്കാനും നിർമൂലമാക്കാനും അവരുടെ എണ്ണത്തെ ഇല്ലാതെയാക്കാനും ഫറവോൻ ശ്രമിച്ച സ്ഥാനത്ത് അവർ മടങ്ങി വരുമ്പോൾ 10 ലക്ഷമോ 20 ലക്ഷമോ ആയിട്ടാണ് അവർ മടങ്ങി വരുന്നത്. दुख का देश में फिरौन उन लोगों को नष्ट करने का योजना बनाए थे, लेकिन वापस लौटने के समय 20 लाख या 30 लाख झुंड बनकर वो लोग वापस लौटे थे। കാരണം അത് ദൈവത്തിന്റെ ജനമായതുകൊണ്ട് ദൈവമാണ് അവരുടെ ഭാവി തീരുമാനിക്കുന്നത്. कारण वो लोग परमेश्वर की जनता है, उनका भविष्य का योजना परमेश्वर का योजना थे। എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത് വേറെ ആരുമല്ല, സ്വർഗ്ഗത്തിലെ ദൈവമാണ്. मुझे सुनने वाला प्रिय जन, आपका भविष्य की योजना और कोई योजना नहीं बना सकता है, वो स्वर्गीय राज का परमेश्वर का बात है। നമ്മുടെ ഭാവി സ്വർഗ്ഗത്തിലെ ദൈവം വേറെ ആരുടെയും കയ്യിൽ കൊടുത്തിട്ടില്ല. അത് സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ കരത്തിൽ. हमारा भविष्य और किसी के हाथों में परमेश्वर ने नहीं दिया है, वो स्वर्गीय राज का परमेश्वर के हाथों पर है। ഏത് ഫറവോൻ തകർക്കാൻ ശ്രമിച്ചാലും ഇല്ലായ്മയാക്കാൻ ശ്രമിച്ചാലും വർദ്ധിപ്പിക്കുന്ന ദൈവം കൂടെ ഉള്ളതുകൊണ്ട് ഇത് ദൈവത്തിന്റെ ജനമായതുകൊണ്ട് അവർ വർദ്ധിക്കുക തന്നെ ചെയ്യും. कोई फिरौन भी हमको नष्ट करने के लिए योजना बनाया तो भी हम परमेश्वर की जनता है, हमको फलवंत बनाने के लिए योजना उसका है। യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ച് നമുക്കറിയാം. यूहन्ना जो प्रेरित है उसके बारे में हम जानते हैं। യേശുവിന്റെ ശിഷ്യനായിരുന്ന യോഹന്നാനെ പത്മോസ് എന്ന ദ്വീപിലേക്ക് നാടുകടത്തി. यीशु मसीह का चेला था, वो चेले को यूहन्ना को पतमोस टापू पर भेजा गया ആ था। ദ്വീപിലേക്ക് പോയവരാരും ഇന്ന് വരെ മടങ്ങി वो വന്നില്ല. टापू पे जो लोग गया वो कोई भी वापस नहीं लौटा। അവിടെ പോയവരാരും ഭയപ്പെട്ട് മരിക്കുകയോ മൃഗങ്ങൾ കൊന്നു തിന്നുകയോ അല്ലെങ്കിൽ പട്ടിണി കിടന്ന് ചാവുകയോ ഒക്കെയാണ് वो ചെയ്തത്. टापू में गए हुए लोग वहां जाकर भूखा मरे थे या कोई जानवरों को खाए थे या वहां मर गए थे डर की वजह से। ഇതിനു മുമ്പ് അങ്ങോട്ട് പോയ ആളുകളെ സംബന്ധിച്ച് പത്മോസ് എന്ന് പറയുന്നത് കഷ്ടതയുടെയും സങ്കടത്തിന്റെയും നാടായിരുന്നു. उसके पहले जो लोग वहां गए थे, पतमोस का नाम का अर्थ उन लोगों के लिए ऐसा है, कष्ट का या नष्ट का एक जगह थे। പക്ഷേ യോഹന്നാൻ അപ്പോസ്തലനെ സംബന്ധിച്ച് അത് കഷ്ടതയുടെ നാടല്ലായിരുന്നു, ദർശനത്തിന്റെ താഴ്വരയായിരുന്നു. लेकिन यूहन्ना प्रेरित के अनुसार सोच के देखा तो वो टापू एक कष्ट का टापू नहीं, देश नहीं थे, उनके लिए प्रकाशित वाक्य का या प्रकाशक या रेवलेशन का एक देश था। യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് 4 സുവിശേഷങ്ങളിലും അപ്പോസ്തല പ്രവൃത്തിയിലുമാണ്. यूहन्ना जो प्रेरित है उनके बारे में हम पढ़ते हैं, उनके पत्रियों में या प्रेरणा का काम में हम पढ़ते हैं। നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ വായിച്ചു നോക്കണേ. സുവിശേഷങ്ങളിലോ അപ്പോസ്തല പ്രവൃത്തികളിലോ യോഹന്നാനെ ഒരു പ്രവാചകനായിട്ടൊന്നും വിശേഷിപ്പിച്ചിട്ടില്ല. आप लोग का समय निकाल कर आप लोग पढ़ सकता है प्रेरणा का काम या उनके सुसमाचार में यूहन्ना एक भविष्यवक्ता करके नहीं लिखा है। പക്ഷേ പുതിയ നിയമത്തിൽ ഒറ്റ പ്രവചന ഗ്രന്ഥമേ ഉള്ളൂ, അത് എഴുതിയത് യോഹന്നാനാണ്. लेकिन नया नियम में भविष्यवाणी का एक ही किताब है, वो यूहन्ना से रचित है। ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, പത്മോസിന്റെ ഏകാന്തതയിൽ അവൻ കിടന്നപ്പോൾ സ്വർഗീയ ദർശനങ്ങളെ കണ്ടുകൊണ്ട് അവൻ ശുശ്രൂഷയുടെ പുതിയൊരു തലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. मैं ऐसा सोच रहा हूँ जब पतमोस टापू पे जब वो था, उन्होंने सेवकाई का भविष्य के बारे में एक नया कदम के बारे में सोच रहा था। അന്ന് വരെ പ്രവചിച്ചിട്ടില്ലാത്ത, ഒരുപക്ഷെ ദർശനങ്ങൾ കണ്ടിട്ടില്ലാത്ത, ഞാൻ എന്റെ ചിന്തയിൽ നിന്ന് പറയുക, അന്ന് വരെ ദർശനങ്ങൾ കണ്ടിട്ടില്ലാത്ത, പ്രവചിച്ചിട്ടില്ലാത്ത ഒരു പ്രവചന ഗ്രന്ഥം ഭാവിയിൽ എഴുതുമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത യോഹന്നാൻ പത്മോസ് ദ്വീപിൽ വെച്ച് ഒരു പ്രവാചകനായിട്ട് മാറി. सारांश बात ये है, जब यूहन्ना ने पतमोस टापू में था, उस दिन तक दर्शन नहीं देखा। मैं सोच से बता रहा हूँ, वो दर्शन नहीं देखा या एक भविष्यवाणी का किताब लिखूं करके नहीं सोचा, लेकिन ऐसा लिखते हुए हम आगे देख सकता है। പക്ഷേ പഴയ നിയമത്തിലെ വലിയ പ്രവാചകന്മാരിൽ ഒരുവനായ ദാനിയേല് കണ്ടതിനേക്കാൾ കുറെ കൂടെ വ്യക്തമായ ഭാവിയെ കുറിച്ചുള്ള ദർശനങ്ങൾ പത്മോസിൽ വെച്ച് യോഹന്നാൻ കണ്ടു. शायद पुराना नियम का बड़ा भविष्यवक्ता दानियेल से बढ़कर भविष्य के बारे में एक बड़ा भविष्यवाणी को देखने वाला एक व्यक्ति नया नियम में यूहन्ना को हम देख सकते
सकता है। കാരണമെന്നറിയാമോ? സങ്കടദേശത്ത് അനുഗ്രഹിക്കുന്ന ദൈവം യോഹന്നാന്റെ കൂടെ ഉണ്ടായിരുന്നു. बात ये है, दुख का देश में फलवंत अनुग्रह करने वाला परमेश्वर यूहन्ना का साथ था। രാത്രി നിങ്ങൾ ആരെങ്കിലും സങ്കടത്തിലൂടെയോ കണ്ണുനീരിലൂടെയാണോ കടന്നു പോകുന്നതെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണുനീരൊഴുക്ക് ചില പുതിയ തലങ്ങളിലേക്ക് ദൈവത്തിന് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാം. आज रात का समय में कोई ऐसा वाला अवस्था से, संकट का अवस्था से जाने वाला लोग है तो वो फलवंत बनाने वाला परमेश्वर से आपसे मुलाकात होने का है। ഞാൻ ഒറ്റ വാക്യം കൂടെ വായിച്ച് എനിക്ക് തന്ന സമയത്തിനുള്ളിൽ നിർത്താനായിട്ട് और एक वचन पढ़कर जो समय मुझे दिया है उस समय में रोकना चाहता हूँ। അതിന്റെ ഉൽപ്പത്തി പുസ്തകം തന്നെ 50-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. जेनेसिस चैप्टर 50 का 24 वचन ആരെങ്കിലും ഒന്ന് വായിക്കാമോ? യോസേഫ് തന്റെ സഹോദരന്മാരോട്, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്ത് നിന്ന് താൻ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എന്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് യോസേഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. ദൈവത്തെ അനുസരിച്ച് നടക്കുന്ന ദൈവാത്മാവുള്ള ജോസഫ് ക്ഷമിച്ചു, മറന്നു. സങ്കടദേശത്ത് ദൈവം അവനെ വർദ്ധിപ്പിച്ചു. ഏറ്റവും അവസാനം 110 വയസ്സുള്ളവനായി മരിക്കുന്ന കാലഘട്ടത്തിൽ ഇസ്രായേൽ മക്കളെ പ്രത്യാശയെ കുറിച്ച് അവൻ പഠിപ്പിച്ചു. परमेश्वर की आज्ञाओं को, बातों को पालन करने वाला यूसुफ, उनका मृत्यु का समय में भी इस्राएल जनता को परमेश्वर पर भरोसा रखने के बातें यह सिखा रहा है। മരിക്കാൻ കിടക്കുന്ന സമയത്തും വാഗ്ദത്ത നാടിനെ കുറിച്ചുള്ള ചിന്ത ജോസഫിന്റെ അന്തരംഗത്തെ മതിച്ചുകൊണ്ടിരുന്നു. मरने का समय भी वाचा का देश के सोच यूसुफ का अंदर से, यूसुफ का सोच में था करके हम पढ़ ഈ सकते हैं। കാര്യങ്ങൾ പറയുമ്പോൾ ജോസഫിന് ഏകദേശം 110 വയസ്സ് പ്രായമുണ്ട്. ये बात बोलने के समय यूसुफ का लगभग 110 उम्र का था। ആ പ്രായത്തിലും തന്റെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ അടുക്ക വിളിച്ചിട്ട് ജോസഫിന് പറയാനുള്ളത് ബാങ്ക് ബാലൻസിനെ കുറിച്ചല്ല, നിങ്ങൾ ഈ നാട് വിട്ടു പോകുമെന്ന്. यूसुफ ने वो जो मरने का उम्र में भी उनका पोता पोतियों को उनके पास बुलाकर उनका खाता कितना बड़ा है वो बात नहीं बता रहा है। वो बोल रहा है तुम लोग इस देश छोड़कर जाना पड़ेगा। എന്താ ജോസഫ് പറയുന്നതിന്റെ അർത്ഥമെന്ന് അറിയാമോ? നമുക്ക് 110 വയസ്സായി, കാര്യമൊക്കെ ശരിയാണ്, ഞാൻ ഇവിടുത്തെ മന്ത്രിയായിരുന്നു, അതും സത്യമാണ്, പക്ഷെ ഈ നാട് നമ്മുടെ സ്വന്തമല്ല. यूसुफ उनका 110 उम्र में ये बोलते हुए हम देख सकता है, हम इस देश में हैं, मैं इधर का मंत्री हूँ, बहुत कुछ पाया हूँ, लेकिन इस देश हमारा वाचा का देश नहीं है। നമ്മൾ ഇവിടെ എന്തൊക്കെ നേടിയാലും ഈ മണ്ണ് വിട്ടു പോകേണ്ടി വരും. हम इधर कुछ भी पाया तो भी इस मिट्टी को छोड़कर जाना ही ഈ पड़ेगा। മിസ്രയീമിൽ നമ്മൾ എന്തൊക്കെ നിക്ഷേപം ഉണ്ടാക്കിയെടുത്താലും നമ്മുടെ തലമുറകൾ ഇവിടെ വിട്ടു പോകുന്ന ഒരു ദിവസം इस വരും. मिस्र में हम कितनी बातें संभाल कर निक्षेप किया तो भी हमारा पीढ़ी इसको छोड़ के जाने का एक दिन जरूर आएगा। 100-ലധികം വയസ്സുള്ളവരായി ജോസഫ് ഇരിക്കുമ്പോഴും പ്രത്യാശയെ കുറിച്ച് സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവന്റെ ഉള്ളിലുള്ള ദൈവഭക്തി എത്രത്തോളം വലുതായി. 100 से ज्यादा उम्र वाला इस यूसुफ, उनका उतना उम्र में भी वो प्रत्याशा उनका जीवन में है तो उनका अंदर वो वाचा का देश के बारे में कितना बड़ा सोच रखा होगा। ഇന്ന് നമ്മളൊക്കെ പരസ്പരം കാണുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്? आज हम एक दूसरे से मिलने के समय क्या क्या बातें करते हैं। മക്കളെയൊക്കെ അടുക്ക വിളിച്ചു, മരിക്കാൻ കിടക്കുമ്പോൾ മക്കളെയൊക്കെ അടുക്ക വിളിച്ചിട്ട് പ്രത്യാശയുടെ കാര്യങ്ങൾ പറയുന്ന എത്ര അപ്പനമ്മമാർ ഇന്നത്തെ കാലത്ത്. बच्चे लोगों को मृत्यु का समय बच्चे लोगों को पास बुलाकर प्रत्याशा का बात बोलने वाला कितना माता पिता आज का युग में है। പഴയ കാലങ്ങളിലൊക്കെ അപ്പച്ചന്മാർ മക്കളെയൊക്കെ അടുക്ക വിളിച്ചിട്ട് പ്രത്യാശയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. पुराना समय में पिता लोग उनका बच्चे लोगों को पास बुलाकर प्रत्याशा या आशा के बातें बोलते ഇവിടെ थे। ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾക്ക് പ്രത്യാശയുടെ വാക്കുകളൊക്കെ ഇവിടെ നിന്ന് ധാരാളം കേൾക്കാൻ इधर കഴിയും. बैठे हुए आप लोगों के बारे में सोच कर आनंद मनाता हूँ, क्योंकि आप लोगों का जीवन में प्रत्याशा का बात है, इधर से ही आप लोग पा सकते हैं। ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. ജോസഫ് മരണക്കിടക്കയോട് അടുക്കുന്ന സമയത്തും വാഗ്ദത്ത നാടിനെ കുറിച്ച് പറയുകയാണ്, നിങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോ ഉണ്ടല്ലോ എന്റെ അസ്ഥി പോലും ഇവിടെ നിങ്ങൾ ഇട്ടേക്കരുത്. यूसुफ उनका मृत्यु का समय में भी उनका पोता पोतियों को बुलाकर, उनका बच्चे लोगों को बुलाकर बोल रहा है, तुम लोग इधर के जाने का समय पूरा मेरा हड्डियों को भी लेके चलने का എന്റെ है। അസ്ഥികൾ ഇവിടെ ഇട്ടാൽ
എന്നാൽ ഒരുപക്ഷെ മിസ്രൈമിൽ അതിനെ ആദരിക്കാൻ സാധ്യതയുണ്ട്, അതിനെ മമ്മിഫൈ ചെയ്ത് വെക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ എനിക്ക് അതിന് താല്പര്യമില്ല. മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ എനിക്ക് താല്പര്യം ദൈവത്തിന്റെ നിലത്തിന്റെ വാഗ്ദത്ത നാട്ടി പോകുന്നതാണ് എന്ന് പറഞ്ഞ് മക്കളെ കൊണ്ട് സത്യം ചെയ്യിക്കുന്ന ജോസഫ്. ये सब बोलने का मतलब ये भी है उनका हड्डियां वहां मिस्र में बच गया तो वो हड्डियों लेकर मिस्र का लोग शायद उनसे आराधना करना या आदर करना शुरू करेगा। मेरे लिए ये सब बातें जरूरत नहीं, मुझको इधर से लेके ही जाना है वो वाचा का देश में। മിസ്രൈമിൽ നേടിയതൊക്കെ എന്തൊക്കെയോ വലിയ കാര്യങ്ങളാണെന്ന് പറഞ്ഞ് അഭിമാനിച്ച് ദൈവത്തെ പോലും തള്ളിപ്പറയുന്ന ഈ കാലഘട്ടത്തിൽ ജോസഫ് ഒരു വലിയ വെല്ലുവിളിയാണ്. ഈ മണ്ണിൽ നേടിയതിനപ്പുറം നമുക്ക് നേടാനുണ്ടെന്ന് പറയുന്നത്. या इस दुनिया पर या मिस्र में बहुत लोग बहुत कुछ पाने के बाद घमंड करने के युग में या इस जगत पर बहुत कुछ पाकर परमेश्वर का भूलने के युग में लोग हम जी रहा है। ऐसे वाला लोगों के सामने यूसुफ की कहानी एक बहुत बड़ा सवाल की कहानी है। എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ മണ്ണിൽ നേടുന്നതൊന്നും ശാശ്വതമല്ല. ഇതൊക്കെ വിട്ടിട്ട് പോകുന്ന ഒരു ദിവസമുണ്ടെന്നും മനസ്സിലാക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിപരമായ ഒരു തീരുമാനമെന്ന് मुझे सुनने वाला प्रियजनों, इस जगत पर जितना पाया उसका मतलब ही नहीं है वो वाचा का देश में पाने के बाद पर हमारा भरोसा है। ये बुद्धि की बात है हमारा जीवन में। ഇവിടെ നേടിയ പേരും പ്രശസ്തിയും ബാങ്ക് ബാലൻസും സമ്പാദ്യങ്ങളും മനുഷ്യന്റെ മുമ്പിൽ നേടിയ മാന്യതയും ഇതെല്ലാം വിട്ടുകളഞ്ഞിട്ട് നമ്മൾ എല്ലാവരും എത്ര വലിയ ആളായിരുന്നാലും ഇതൊക്കെ വിട്ടുകളഞ്ഞിട്ട് പോകേണ്ടുന്ന ഒരു ദിവസമുണ്ട്. इस जगत पर कितना आदर मिला, कितना बैंक खाता, हमारा अकाउंट में पैसा कितना है या कितना इज्जत मिला, ये सारी बातों को छोड़कर एक दिन हमको जरूर जाने का है। ദൈവത്തിനെ സംബന്ധിച്ച്, ഒരു ദൈവത്തിന്റെ ദാസനെ സംബന്ധിച്ച്, ഒരു യഥാർത്ഥത്തിലുള്ള ദൈവ പൈതലിനെ സംബന്ധിച്ച് ഈ ലോകം ശാശ്വതമല്ല. ഇതെല്ലാം വിട്ടിട്ട് പോകും. പക്ഷെ നമുക്കൊരു ഉറപ്പുണ്ട്, ഒരു വാഗ്ദത്ത നാട് നമ്മളെ കാത്തിരിക്കും. परमेश्वर का बेटा बेटी होने के नाते, संतान होने के नाते, परमेश्वर का भक्त होने के नाते एक बात हम याद रखने का है, इस जगत की सारी चीजें छोड़कर वो देश में हम जरूर जाने का दिन है। ഈ മണ്ണിലെ സമ്പാദ്യത്തിന് വേണ്ടി കർത്താവിനെ പിൻപറ്റിയവരല്ല നമ്മൾ. इस जगत का संभाल या संपत्ति के लिए हम परमेश्वर के पीछे नहीं आए ഈ हैं। മണ്ണിലെ ബാങ്ക് ബാലൻസിന് വേണ്ടി കർത്താവിന്റെ പുറകെ ഇറങ്ങിയവരല്ല നമ്മൾ. इस जगत की खाता के लिए, बैंक बैलेंस के लिए परमेश्वर के पीछे नहीं बोला है ഈ हम। മണ്ണിൽ പേരും പ്രശസ്തിയും ഉണ്ടാക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. इस जगत पर नाम या इज्जत मिलने के लिए परमेश्वर के पीछे नहीं आया है, नहीं बुला हटाया है। ഒരു നിത്യത നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അവിടെ കുഞ്ഞാടിനോടുകൂടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന മഹൽ ഭാഗ്യ പദവിക്കാണ് ദൈവം നമ്മളെ വിളിച്ചത്. आनंद जीवन हमारे लिए इंतजार में है, वो मेमने को मिलने के हम तैयार होने हैं, वहां जाने के लिए हम तैयार होने का है। ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുള്ളവൻ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ പ്രത്യാശയെ പുതുക്കിക്കൊണ്ടിരിക്കും. परमेश्वर का पवित्र आत्मा से भरे हुए इंसान उनके जीवन का आखिरी समय तक वो प्रत्याशा में जिएगा। ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. मैं इधर समाप्त करना चाहता हूँ। ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുള്ളവൻ ക്ഷമിക്കും, മറക്കും. ദൈവം അവനെ വർദ്ധിപ്പിക്കും. അവൻ അവസാന ശ്വാസം വരെയും പ്രത്യാശയോടെ ജീവിക്കും. सारांश संदेश, ये संदेश का सारांश बात ये है, जो व्यक्ति के जीवन में परमेश्वर का आत्मा है वो क्षमा करेगा, माफी करेगा, वो भूलने का आदत स्वभाव उनके जीवन में होगा, उनको परमेश्वर ने दुख का देश में फलवंत करेगा। മറക്കാനും ക്ഷമിക്കാനും ദൈവത്താൽ വർദ്ധിപ്പിക്കപ്പെടാനും പ്രത്യാശയോടുകൂടെ ജീവിക്കാനും ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. क्षमा करने के लिए, भूलने के लिए और कुछ बातें भूल जाने के लिए और फलवंत होने के लिए, प्रत्याशा के साथ जीने के लिए परमेश्वर हम सबको मदद करने पाए, ये मैंने बोलना चाहता हूँ। ഇന്ന് ഇവിടെ വന്ന് ദൈവവചനം ശുശ്രൂഷിക്കുവാൻ എനിക്ക് അവസരം ഒരുക്കി തന്ന ബഹുമാന്യനായ ഡാനിയൽ സാറിനോട്, സോളമൻ പാസ്റ്ററോട്, ശ്രീകുമാർ സാറിനോട്, പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി പരിഭാഷപ്പെടുത്തിയ പ്രിയ ദേവദാസനോട്, എല്ലാവരോടും എനിക്കുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. इधर मुझको बुलाकर के प्रचार करने के लिए मौका दिया डानियल सर और सुलेमान सर या श्रीकुमार सर, और मुझको भी प्रचार का प्रचार को परिभाषा करने के लिए मौका दिया, सारांशिक परिभाषा करने के लिए मौका दिया, इसलिए मैंने सर को भी धन्यवाद करता हूँ। ദൈവവചന ശുശ്രൂഷയെ